വളരെ ഇൻട്രസ്റ്റിംഗും അതുപോലെ തന്നെ ട്രിക്കിയുമായിട്ടുള്ള അക്കൗണ്ടൻസി സബ്ജക്ട് നിങ്ങൾക്ക് ടഫാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നതെന്ന് സംശയമുണ്ടോ? ദെൻ ഡെഫിനറ്റ്ലി ദിസ് വീഡിയോ ഈസ് ഫോർ യു. കാരണം അക്കൗണ്ടിംഗ് എന്ന ഈ ഒരു സബ്ജക്ട് എങ്ങനെ പഠിച്ച് ഈസി ആയിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ മേടിച്ച് ജയിക്കണം, അതിന് ഹെൽപ്പ് ചെയ്യുന്ന 8 സ്റ്റെപ്സ് ആണ് ഈ വീഡിയോയിലുള്ളത്. ഹലോ എവ്രിവൺ, ദിസ് ഇസ് വിഷ്ണുപ്രിയ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് എനേബിൾ ദ ബെൽ ഐക്കൺ. +1 +2 കൊമേഴ്സ് സ്ട്രീം എടുത്ത് പഠിക്കുമ്പോൾ മുതലാണ് നിങ്ങൾക്ക് അക്കൗണ്ടൻസി എന്ന സബ്ജക്ട് പഠിക്കാനായിട്ട് വരുന്നത്. നിങ്ങൾ ഏത് ലെവലിലുള്ള സ്റ്റുഡന്റും ആയിക്കോട്ടെ, എങ്ങനെ അക്കൗണ്ടൻസി പഠിച്ച് നല്ല മാർക്കോടെ ജയിക്കാം, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ടിപ്സ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സ്റ്റെപ്പ് നമ്പർ 1, ഹാവ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ. ആസ് വി നോ ദാറ്റ് ഏതൊരു ബിൽഡിംഗിന്റെയും അടിത്തറ നന്നായാൽ മാത്രമേ നമ്മൾ മുകളിലേക്ക് പണിയുന്നതിൽ കാര്യമുള്ളൂ. അല്ലാതെ ഫൗണ്ടേഷൻ നന്നായിട്ട് മേക്ക് ചെയ്യാതെ മുകളിലേക്ക് നന്നായിട്ട് പണിഞ്ഞാൽ അത് താഴോട്ട് വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അത് തന്നെയാണ് അക്കൗണ്ടിങ്ങിന്റെ കേസിലും. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാതെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ പഠിക്കാനും ഡിഫിക്കൽട്ട് ആയിരിക്കും, ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസും വളരെ കൂടുതലായിരിക്കും. മാത്രമല്ല, അക്കൗണ്ടിങ്ങിൽ മുന്നിലെത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസും റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഇതൊക്കെ അറിഞ്ഞിരിക്കും. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു മസ്റ്റ് ഹാവ് എ സോളിഡ് ഫൗണ്ടേഷൻ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് അണ്ടർസ്റ്റാൻഡ് ദ ലോജിക് ആൻഡ് കണക്ട് ഇറ്റ് വിത്ത് റിയൽ ലൈഫ്. അതായത് നമ്മൾ ഏതൊരു തിയറി അല്ലെങ്കിൽ ഏതൊരു കൺസെപ്റ്റ് പഠിക്കുമ്പോഴും അതിന്റെ പിന്നിലെ ലോജിക്ക് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഉദാഹരണത്തിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പെർട്ടിക്കുലർ പീരീഡിൽ, അതായത് ആ ഒരു അക്കൗണ്ടിങ് ഇയറിൽ വരുന്ന റവന്യൂസ് ആൻഡ് എക്സ്പെൻസ് ആണ് റെക്കോർഡ് ചെയ്യാറുള്ളത്. ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രയൽ ബാലൻസിൽ റെന്റ് 1000 രൂപ തന്നിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെന്റിൽ റെന്റ് പ്രീപെയ്ഡ് നെക്സ്റ്റ് ഇയറിലേക്ക് പ്രീപേ ചെയ്തിരിക്കുന്നത് 500 തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്രയായിരിക്കും എടുക്കുന്നത്? 1000-ൽ നിന്ന് 500 കുറച്ച് ആ ബാക്കി വരുന്ന 500 ആയിരിക്കും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. അതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അല്ലാതെ എപ്പോഴും പ്രീപെയ്ഡ് വന്നു കഴിഞ്ഞാൽ ലെസ് ചെയ്യും എന്നല്ല നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇവിടെ തന്നെ നമ്മൾ ആ 500 ലെസ് ചെയ്യാനുള്ള കാരണം ഈ വർഷത്തെ ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യത്തുള്ളതെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത വർഷത്തേക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ ലെസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതിയത്. സോ തിയറീസ് എപ്പോഴും പഠിക്കുമ്പോൾ ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. തേർഡ് സ്റ്റെപ്പ് ഈസ് സ്റ്റഡി ദ തിയറി ഫസ്റ്റ്. അതായത് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ തിയറി നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. തിയറി നമ്മൾ പഠിക്കാതെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ എപ്പോഴും നമ്മൾ തിയറി മനസ്സിലാക്കിയതിന് ശേഷം പ്രോബ്ലം സോൾവിങ് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ഡു മോർ ഹോം വർക്ക്സ്. അതായത് പലപ്പോഴും ക്ലാസ്സുകളിൽ ഇരുന്ന് കുട്ടികൾ ശ്രദ്ധിക്കുന്ന സമയത്ത് മനസ്സിലായെന്നുള്ള ഒരു തോന്നൽ കൊണ്ട്, അല്ലെങ്കിൽ ഇത് എളുപ്പമാണ് അങ്ങനെയൊക്കെ തോന്നിയിട്ട് നിങ്ങൾ അത് എഴുതി വെക്കാനുള്ള മടി കാണിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഏതൊരു കണക്കും ഏതൊരു കൺസെപ്റ്റും പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ ഓരോ മൊഡ്യൂൾസ് തീരുമ്പോഴും ഓരോ മൊഡ്യൂൾസിന്റെയും ബാക്കിലുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസും വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസും അതുകൊണ്ട് തന്നെ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് എവിടെയാണ് തെറ്റുന്നതെന്ന് കണ്ടുപിടിച്ച് ആ ഒരു ക്വസ്റ്റ്യൻസുമായിട്ട് അടുപ്പം ഉണ്ടാക്കി എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റണം. ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് മേക്ക് യുവർ ഓൺ നോട്ട്സ്. അതായത് ഓരോ കൺസെപ്റ്റും പഠിക്കുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള നോട്ട് കൂടെ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ എക്സാം ടൈമിൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതിയാവും. ദെൻ സ്റ്റെപ്പ് നമ്പർ 6, അവോയ്ഡ് ബൈ ഹാർട്ട് സ്റ്റഡി. മാക്സിമം ബൈ ഹാർട്ട് ചെയ്തിട്ടുള്ള സ്റ്റഡി ഒഴിവാക്കുക. നിങ്ങൾ ലോജിക്ക് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അതിന്റെ ആവശ്യമേ വരുന്നില്ല. എക്സാമിന് തിയറി പാർട്സ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തിയറട്ടിക്കലായിട്ട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ പേപ്പർ നോക്കുന്ന ആൾക്ക് മനസ്സിലാകുന്നത് പോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ തന്നെ മാർക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ സെവൻത്ത് സ്റ്റെപ്പ് ഈസ് ഇംപ്രൂവ് യുവർ പ്രസന്റേഷൻ സ്കിൽ. അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ, ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പ്രസന്റ് ചെയ്യാൻ കൂടി പ്രാപ്തരായിരിക്കണം. സോ നിങ്ങളുടെ പ്രസന്റേഷൻ സ്കില്ല് നിങ്ങൾ എപ്പോഴും ഇംപ്രൂവ് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ ഫോർമാറ്റ് വരച്ച് തന്നെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പരീക്ഷയുടെ സമയത്ത് അത് ഗുണം ചെയ്യും. സ്റ്റെപ്പ് നമ്പർ 8, വർക്ക്ഔട്ട് മോർ പ്രോബ്ലംസ്. നമ്മളൊരു പ്രോബ്ലം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പല തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. മുൻപ് പറഞ്ഞതുപോലെ തന്നെ മൊഡ്യൂൾസിന്റെ അവസാനമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഒരു 5 വർഷം മുൻപുള്ളത് വരെ ക്വസ്റ്റ്യൻസ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ച ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അക്കൗണ്ടൻസി എങ്ങനെ പഠിച്ച് മാർക്ക് മേടിക്കാം എന്നുള്ള 8 സ്റ്റെപ്പാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിനെല്ലാം ഉപരി യു മസ്റ്റ് ലവ് ദ സബ്ജക്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റോടെ ആ ഒരു സബ്ജക്ട് പഠിക്കാൻ പറ്റും. സോ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇൻട്രസ്റ്റോടെ തന്നെ അക്കൗണ്ടൻസി പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.